ഹോ, ഈ ഗൂഗിൾ AI ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് മറ്റാരെ കുറിച്ചല്ല, നമ്മളെ ഗൂഗിൾ ജെമിനിയെ കുറിച്ച് തന്നെയാണ്. ഇതിൽ ഒരുപാട് നല്ല 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 ഫീച്ചറുകൾ ഉള്ളതാണ്. ഞാൻ ഇത്രയും പുകഴ്ത്തി പറഞ്ഞത് ഗൂഗിളിൻ്റെ AI ആയതുകൊണ്ട് അല്ല, അങ്ങനെ പുകഴ്ത്തി പറഞ്ഞതല്ല. എന്നാലും നമുക്ക് ഉപകാരപ്രദമായ ഒരുപാട് ഇപ്പോൾ ഗൂഗിൾ ജെമിനിയിൽ വന്നിട്ടുണ്ട്. ഞാൻ എക്സാമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചിലപ്പോഴൊക്കെ സ്കൂളിൽ പോകാതെ ആബ്സെൻ്റായിട്ട് ഞാൻ ഒരു നോട്ടൊക്കെ എടുത്ത് എഴുതുമ്പോൾ ഞാൻ സഹായത്തിന് വിളിക്കുന്നത് ഈ ഗൂഗിൾ ജെമിനിയാണ്. ചില കുട്ടികൾ എഴുതുന്നത് മനസ്സിലാകത്തില്ല. അങ്ങനെ ഞാൻ ഗൂഗിൾ ജെമിനിയാണ് സഹായത്തിനായി വിളിക്കുന്നത്. അപ്പോൾ പോലും അത് വളരെ ക്ലിയറായിട്ട് എക്സ്പ്ലെയിനും ചെയ്തെന്ന് സ്പെല്ലിംഗ് അടക്കം പറഞ്ഞു തന്നു. അത്രയും നല്ല ഒരു AI സെഗ്മെൻ്റാണ് ഗൂഗിളിൻ്റെ ജെമിനി അല്ലെങ്കിൽ ഗൂഗിൾ AI എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഗൂഗിൾ ജെമിനിയുടെ ഒരു മാജിക്കാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി കാണും നമ്മൾ പരിശോധിച്ചത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധാരണ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് ഗൂഗിൾ ജെമിനിയിലൂടെ പറഞ്ഞ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അതെങ്ങനെയാണ് നമ്മൾ ഗാലറിയിൽ സേവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇതിനു മുമ്പ് ജെമിനിയുടെ വീഡിയോയിലോട്ട് നോക്കിയത്. എന്നാൽ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു രണ്ട് പേരുള്ള ഫോട്ടോയെ നമുക്ക് ഒരാളെ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ടുപേരുള്ള ഫോട്ടോയിൽ നിന്ന് തന്നെ ഒരാളെ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ആ ഒരാളായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നത് മാത്രമല്ല, അത് ഗാലറിയിലോട്ട് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അത് എങ്ങനെയെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു MK ജോയ്സ് യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. അപ്പോൾ രണ്ട് ചാനലിൻ്റെ ലിങ്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. രണ്ട് ചാനലിൻ്റെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാവുന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഗൂഗിൾ ജെമിനിയുടെ വെബ്സൈറ്റ് 2 ദിവസമായിട്ട് ഓക്കെ അല്ല. എന്നാലും നമുക്ക് കുഴപ്പമില്ല. ഗൂഗിൾ ജെമിനിയുടെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനിയുടെ അസിസ്റ്റൻറ്റ് മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. അതിൽ വരെയും നമുക്ക് വെബ്സൈറ്റിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പമായിട്ട് ഈ വക കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമായാലും രണ്ടുപേരുള്ള ഫോട്ടോയിൽ ഒരാളെ മാറ്റിയിട്ട് ഒരാളെ മാത്രം ആക്കി നമ്മളെ ഗാലറിയിൽ സേവ് ചെയ്യാനും നമ്മളെ ഗൂഗിൾ ജെമിനിയുടെ ആപ്പ് തന്നെ നമുക്ക് സഹായിക്കുന്നതാണ്. അസിസ്റ്റൻ്റ് തന്നെ നമുക്ക് സഹായിക്കുന്നതാണ്. അത് എങ്ങനെയെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ജെമിനിയുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കാണും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജെമിനി എന്ന് ഒന്ന് സെർച്ച് ചെയ്യുക. ജെമിനി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗൂഗിൾ ജെമിനിയുടെ ഒരു AI ആപ്പ് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ഇതിനെ തന്നെയാണ് എൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മളെ ഗൂഗിൾ അസിസ്റ്റൻ്റായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മളിതിനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. നമ്മൾ ആദ്യം ആപ്പിനെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ ഒരു പെർമിഷൻ ചോദിക്കും. സാധാരണ ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ മാറ്റിയിട്ട് നമുക്ക് ജെമിനിയിലോട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അസിസ്റ്റൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ജെമിനി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. രണ്ടുപേരുള്ള ഫോട്ടോ ഒരാളെ മാറ്റേണ്ടതെന്ന് ഘടിപ്പിക്കാതെ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ അസിസ്റ്റൻറ്റിലാണ് എൻ്റെ ജെമിനി എടുക്കുന്നത്. ഞാൻ അവിടെ പ്രസ് ചെയ്യുന്നു. ശേഷം നമ്മളെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ഗാലറിയിൽ നിന്ന് തന്നെ ഒരു ഫോട്ടോ എടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ
ലൈവായിട്ട് ഇപ്പോൾ ക്യാമറയിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഗൂഗിൾ ജെമിനിയെടുത്ത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ റിസൾട്ട് എടുക്കാം. അല്ലെങ്കിൽ ഗാലറിയിൽ നിന്നും എടുക്കാം, ഫയലുകളിൽ നിന്നും എടുക്കാം, അല്ലെങ്കിൽ ഡ്രൈവിൽ നിന്നും എടുക്കാം. ഞാനിപ്പോൾ ഗാലറി തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഗാലറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ഫോട്ടോകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഒരു ഫോട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. തമ്പനെയിലിൽ കാണുന്ന ഫോട്ടോ വേറെ ആയിരിക്കും, എന്നാലും സെയിം തന്നെ ആയിരിക്കും. നമുക്ക് എന്നാലും നോക്കാം. ഇനി നിങ്ങൾ ഇതിന് ഒരു ടെസ്റ്റ് കൊടുക്കുക. അതായത് എന്താണ് ഗൂഗിൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു ടെസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കുന്നത് പോലെ കോപ്പി ചെയ്തും കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള രീതിയിൽ കൊടുക്കാം. ആണ് മനസ്സിലാക്കിക്കൊള്ളൂ. പിന്നെ ചില സമയത്ത് നിങ്ങളായിട്ടുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ ഇത് ശരിയായ റിസൾട്ട് തരണമെന്നില്ല. അതുകൊണ്ട് പരമാവധി ഞാൻ കൊടുക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ നിന്ന് ഒരാളെ മാറ്റി കാണിച്ചു തരാം. ഞാൻ പ്രോജക്റ്റ് കൊടുക്കുകയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ പുരുഷനെ മാറ്റി സ്ത്രീ മാത്രമുള്ള ഫോട്ടോ ആക്കി നൽകുക. ഞാനിപ്പോൾ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയിലുള്ള ആ പുരുഷനെ മാറ്റി സ്ത്രീ മാത്രമുള്ള ഫോട്ടോ ആക്കി തരാനാണ് ഞാൻ തരുക എന്നാണ് ഞാൻ നൽകിയിട്ടുള്ളത്. നൽകുക എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ അത് തരുക എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കും തന്നത്. നൽകുക എന്ന് നിങ്ങൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ സ്ത്രീ മാത്രമുള്ള ഫോട്ടോ ആക്കി ഗൂഗിൾ ജെമിനി തന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് ഞാൻ 2 പേരുള്ള ഫോട്ടോ ആയിരുന്നു, ഇപ്പോൾ ഞാൻ സ്ത്രീ മാത്രമുള്ള ഫോട്ടോ ആക്കി. നൽകുക എന്ന് തന്നെ നിങ്ങൾ ലാസ്റ്റ് ടൈപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കോപ്പി ചെയ്ത് ആർക്ക് വേണമെങ്കിലും പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. ഗാലറിയിലോട്ട് വേണമെങ്കിൽ സേവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സേവ് ചെയ്യൂ എന്നൊരു ലാസ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ത്രീ മാത്രമുള്ള ഫോട്ടോ ആക്കി നമുക്ക് ഗൂഗിൾ ജെമിനിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മളെ ഗാലറിയിലോട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ ജസ്റ്റ് രണ്ടാമത്തെ ഒരു ഫോട്ടോയും കൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഗാലറി സെലക്ട് ചെയ്യുന്നു. രണ്ടുപേരുള്ള ഫോട്ടോ ഞാൻ എടുക്കുന്നു. ഇപ്പോൾ ഞാൻ 2 പേര് ഉള്ള ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോയിലുള്ള ആ കൊച്ചു ചെറുക്കനെ മാറ്റി വലിയ ചെറുക്കൻ മാത്രമുള്ള ഫോട്ടോ ആക്കി നൽകുക. ഞാനപ്പോൾ എൻ്റെയും എൻ്റെ അനിയൻ്റെയും ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ 2 പേരും ചെറുക്കന്മാരല്ലേ, അപ്പോൾ ഈ ഫോട്ടോയിലെ ചെറിയ ചെറുക്കനെ മാറ്റി വലിയ ചെറുക്കൻ മാത്രമുള്ള ഒരു ഫോട്ടോ ആക്കി തരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞു നോക്കിയിട്ടില്ല. കറക്റ്റാ ജെമിനി തരുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് കറക്റ്റ് തന്നെ തന്നിട്ടുണ്ട്. ഒന്നുമില്ലാത്ത ഇതിൽ തന്നിട്ടുണ്ട്. ജെമിനിക്ക് അപ്പോൾ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഈ ഫോട്ടോയിലെ ചെറിയ ചെറുക്കനെ മാറ്റിയിട്ട് വലിയ ചെറുക്കൻ മാത്രമുള്ള ഒരു ഫോട്ടോ ആക്കി തരാനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചില അവസരത്തിന് ഇതുപോലെ ആണ് തരണതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മളെ ശരിയായി നമുക്ക് ഒരാൾ തന്നെയുള്ള ഫോട്ടോ ആക്കി ജെമിനി തരുന്നതാണ്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കോപ്പി ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും വിവിധ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രണ്ടുപേരുള്ള ഫോട്ടോയിൽ ഒരാളാക്കി മാറ്റാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങൾ ലാസ്റ്റുള്ള ഫ്ലോട്ടിലാണെങ്കിൽ നൽകുക എന്ന് കൊടുത്താൽ മതി. എങ്കിൽ മാത്രമേ നിങ്ങളതായിട്ടുള്ള രീതിയിലുള്ള ആ ഫോട്ടോ തരുകയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ആയിരിക്കും തരണത്. ഏതെന്നാലും നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കുമെങ്കിലും നിങ്ങൾക്ക് ചെറിയ ഒരു വ്യത്യാസം ഒക്കെ അനുഭവപ്പെടും. എന്തിനായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാതരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ വഴി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൺ ചെയ്തതിന് ശേഷം അതിലാണ് നമുക്ക് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.